2 മാസം മുമ്പ് നമ്മുടെ പാർട്ടി കമ്മിറ്റി കൂടി എക്സിക്യൂട്ടീവ് കൂടിയിട്ട് BJP ലയിക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യണം തീരുമാനമെടുത്തിരുന്നു. ആ കമ്മിറ്റിയുടെ തീരുമാനവും വന്നിരുന്നത് BJP ചേരുക എന്നാണ്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. BJPയുടെ നേതൃത്വമായിട്ട് സംസാരിക്കാൻ മാത്രം അതിനൊരു അഭിപ്രായം പറയാൻ പറ്റും. നമുക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ നമുക്ക്. ആഹാ, ഇത് ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങിയോ? ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ചേരാനാണ് പാർട്ടി തീരുമാനം വരുന്നതെങ്കിൽ പിന്നെ BJPയുടെ നേതൃത്വം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ല വേറൊരു മാറ്റം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും. PC George also has been a relentless fighter. പാൽവീശി ചേർന്ന് മാറി ഇടപുറം കൊണ്ട് ചാടി വീണ് വലപ്പുറം കൊണ്ട് ചാടി വെട്ടി. ധീരന്മാരെ അഭിനന്ദിക്കാൻ. ഈ പ്രേമം യഥാർത്ഥമാണോ അല്ലയോ എന്നറിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാമായിരുന്നു. യാഥാർത്ഥ്യമാണ്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ സേവകരാവണം. രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ ജനങ്ങളുടെ ദാസന്മാരാകണം. നിനക്ക് എന്താ തരേണ്ടത്? ചോദിക്കാൻ 5-1 പെട്രോളിന്റെ വില കുറഞ്ഞിട്ടും ഇപ്പോഴും പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന മോദി ഈ പണം മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയണ്ടേ? നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്ന് എൻ്റെ ഒരു മനസ്സിൽ. 2 കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, മൊത്തത്തിലുള്ള നിയന്ത്രണം. പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചോണ്ടിരിക്കും. 2, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് 2ഉം ഞാൻ ചെയ്യും, എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി. എന്നെ പോലൊരു പൊതുപ്രവർത്തകന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് BJPയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ്. പിന്മാറാതെ പിടിച്ചു നിൽക്കാൻ സാറിന് ധൈര്യമുണ്ടോ? ഉണ്ടടാ പട്ടി എന്നൊന്നും സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ മറുപടി പറയില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ശക്തി എടുത്ത് പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉയർന്നു. എങ്ങനെ? അകത്തേക്ക് വെച്ച കാല് ഗംഗാധരം പുറത്തേക്ക് എടുക്കൂല. പിന്നെ പുറത്തേക്കൊക്കെ കാലുണ്ടാവില്ല. കേരളം BJPയോടൊപ്പം എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം